നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തുപറ്റി? ടയർ പഞ്ചറായതാ. ആ കയറ്. ഞാനവിടെ ഡ്രോപ്പ് ചെയ്യാന്നേ. ആ കയറൂന്നേ. ഷ്യാമയുടെ റെക്കോർഡിംഗ് മുടക്കണ്ട. ഇതിൽ പൊയ്ക്കോളൂ മേഡം. അറിയാലോ, GK സാർ പ്രശ്നം ഉണ്ടാക്കും. പേടിക്കണ്ട ശ്യാമേ, കയറിക്കോ. അപ്പോ ശ്യാമ ഇന്ന് ശ്യാമയ്ക്ക് വേണ്ടി പാടാൻ പോകുന്നു. അതും കൃഷ്ണ തുളസി എന്ന പേരില്. ശ്യാമയുടെ പാട്ട് സൂപ്പർ ഹിറ്റ് ആവും, അത് ഉറപ്പാ. അപ്പോ ഇതേ സമയം നടക്കേണ്ട എന്റെ റെക്കോർഡിംഗ് നടക്കില്ല അല്ലേ? അത് സാരമല്ല, ശ്യാമ രക്ഷപ്പെടട്ടെ. രക്ഷപ്പെട്ടോളൂ. അപ്പോ ഈ വിസ്മയോ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? പ്രശസ്ത പാട്ടുകാരി, ചുറ്റും ആരാധകര്, പേര്, പണം, പ്രശസ്തി, എല്ലാം ദാ ഇന്നത്തോടെ അവസാനിക്കാൻ പോകുന്നു. എന്നെ ആരാധിച്ചവർ തന്നെ എന്നെ കല്ലെറിയും. ശബ്ദം കടമെടുത്തവൾ, ശ്യാമയെ വഞ്ചിച്ചവൾ, വഞ്ചകി. അങ്ങനെ ഇനി രക്ഷയില്ല, എവിടെയും രക്ഷയില്ല. അതാ ഞാൻ എന്റെ ജീവൻ അങ്ങ് അവസാനിപ്പിക്കാൻ പോയത്. അപ്പോ നീ എനിക്ക് വീണ്ടും പ്രതീക്ഷ തന്നു. എന്നിട്ട് നീ ഇപ്പൊ പറയുന്നു എനിക്ക് വേണ്ടി പാടില്ലെന്ന്. പിന്നെ ഞാൻ എന്തിനാ ഇനി ജീവിക്കുന്നേ അല്ലേ? മെല്ലെ ഓടിക്കുക. എന്താ നീ ഇങ്ങനെയൊക്കെ? അവസാനമായി ഒന്നുകൂടി ചോദിക്കാം. ഒരേ ഒരു പ്രാവശ്യം കൂടി നീ എനിക്ക് വേണ്ടി പാടില്ലേ? അഖിൽ സാറിന്റെ അച്ഛനും എല്ലാം ഞാൻ വാക്ക് കൊടുത്തതാ. ഇനി എനിക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ എന്ന്. നന്നായി, അത് നന്നായി. അപ്പൊ അവസാന പ്രതീക്ഷയും തീർന്നു. രക്ഷയില്ല, ഇനി രക്ഷയില്ല. അവസാനിപ്പിച്ചേക്കാം, ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം. എനിക്ക് പേടിയാവുന്നു. പതുക്കെ പോ. സ്പീഡ് കുറയ്ക്ക്, പതുക്കെ പോ. വണ്ടി നിർത്ത. പതുക്കെ വണ്ടി ഓടിക്കുക. നീ എന്തായി കാണിക്കുന്നേ? വണ്ടി എടുക്കാൻ പോന്നു. നോക്കി. എനിക്ക് പേടിയാവുന്നു. പതുക്കെ. ദൈവമേ, ഒന്ന് സ്പീഡ് കുറയ്ക്ക് വിസ്മയ, പ്ലീസ്. എന്റെ കൃഷ്ണ, പാടാൻ അവള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ ഈശ്വര, അതെങ്ങനെയാ മോളെ? ഒന്നും ഇപ്പൊ എന്നോട് ചോദിക്കണ്ട. ശ്യാമ ഇവിടെ എന്നോടൊപ്പം ഉണ്ട്. റെക്കോർഡിംഗ് ഇപ്പൊ തുടങ്ങും. ഓ ശരി, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. മമ്മി, അതല്ല പ്രശ്നം. ഇത് സ്റ്റുഡിയോയല്ലേ.
അവളെ എങ്ങും ഒളിപ്പിച്ച് വെച്ച് പാടിക്കാൻ പറ്റില്ലല്ലോ. സത്യം എല്ലാരും അറിയും, അത് പ്രശ്നമാകും. അത് നീ ടെൻഷൻ ആവണ്ട. അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മമ്മി ഇത്? അതിനുള്ള ഒരുക്കങ്ങളുമായി ഞാൻ ഉടൻ സ്റ്റുഡിയോയിലെത്തും. മമ്മി അത് എന്താ? ഹാ, ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി ഞാൻ വരുന്നുണ്ട്. അതുവരെ നീ വെയിറ്റ് ചെയ്. ഓക്കേ? തൊണ്ടയുടെ പ്രശ്നം ഇനിയും ക്ലിയർ ആയില്ലല്ലോ. ഇങ്ങനെ പോയാൽ റെക്കോർഡിംഗ് വൈകും. അത് പ്രശ്നമാണ്. അത് സാർ, മമ്മി ഒപ്പം ഉണ്ടെങ്കിലേ എനിക്ക് പാടാൻ ശരിക്കും ധൈര്യം കിട്ടൂ. ഞാൻ ആദ്യമേ അങ്ങനെ ശീലിച്ചു പോയി. എന്നാ അമ്മയെ വിളിക്കൂ. മമ്മി യാത്രയില്ല, ഇപ്പൊ ഇവിടെ എത്തും. ഇങ്ങനെ താമസിപ്പിച്ച എന്ത് ചെയ്യാനാ? GK സാർ പാവം, ഇപ്പൊ ടെൻഷനിലാവും. ഞാനത് പെട്ടുപോയല്ലോ എൻ്റെ കൃഷ്ണ. സർ, ഒരു മിനിറ്റ് പ്ലീസ്. GK സാറിനും ഇന്നിവിടെ റെക്കോർഡിംഗ് ഉണ്ട്. പാടുന്നതൊരു പുതിയ കുട്ടിയാ. GK സാർ ഇവിടെ ഉണ്ടോ? ആ, അപ്പുറത്തുണ്ട്. എന്റെ ഗുരുവാ, സാറിനെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാം. റെക്കോർഡിങ്ങിന് സാറ് കൂടി ഉണ്ടെങ്കിൽ അതെന്റെ ഭാഗ്യമാണ്. ശരി സാർ, സാർ വരൂ. വിസ്മയ, ഞാൻ വേഗം പോയി എന്റെ റെക്കോർഡിംഗ് തീർത്തിട്ട് വരാം. വേണ്ട, നീ എവിടെയും പോവണ്ട. നീ എനിക്ക് വാക്ക് തന്നതാ, മാറിയ അറിയാലോ. വിസ്മയ, GK സാർ എന്നെ കണ്ട പ്രശ്നോ, അതുകൊണ്ടാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? നീ മര്യാദയ്ക്ക് എവിടെ നിൽക്കേ, എങ്ങും പോണ്ട. വിസ്മയ പ്ലീസ്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. എന്റെ കൃഷ്ണ, ഇനി എന്താ ഒരു വഴി? റെക്കോർഡിങ്ങിന് സാറ് കൂടി വന്നാൽ എനിക്ക് സന്തോഷമാകും. എന്തായാലും നമ്മുടെ റെക്കോർഡിംഗ് ഇനിയും വൈകും. ആ കുട്ടി എത്തിയില്ലല്ലോ. അപ്പോ ഇവരുടെ റെക്കോർഡിംഗ് എങ്കിലും കാണാം. അവിടെ എല്ലാം ഓക്കെ ആണോ? അതെ സാർ, അവിടെ ഏകദേശം എല്ലാം ഓക്കെയാണ്. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ശരി സാർ. ആ, ഈശ്വര, GK സാർ ഇവിടെ വന്ന എന്നെ കണ്ട എന്റെ സംഗീത ഭാവി തന്നെ അതോടെ തീരില്ലേ? കൊടുത്ത വാക്ക് തെറ്റിച്ച എന്നെ അഖിൽ സാറും അച്ഛനും എല്ലാരും വെറുക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.